ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്ത് SSC CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താണ് ആദ്യം പറയുന്നത് നോക്കാം. ആവറേജ് ഏജ് ഓഫ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ എ ഗ്രൂപ്പ് വാസ് കാൽക്കുലേറ്റഡ് ആസ് 35 years, which was 2.5 years more than the correct average. അതായത് എത്രയോ ആൾക്കാരുണ്ടായിരുന്നു, അവരുടെ ആവറേജ് എത്രയാണ്? 2.5 കൂടി. എപ്പോ? There was an error in recording age of two persons, 38.5 and 40 instead of 29 22. അതായത് 29 കൊടുക്കേണ്ടടുത്ത് അവരെത്ര കൊടുത്തു? 38.5 40 കൊടുത്തു. ഇത് കാരണം ആവറേജിൽ ഒരു 2.5 കൂടുതൽ വന്നു. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, റോങ് ആയിട്ടുള്ള വാല്യൂ കൂടുതലാണ്, റൈറ്റ് ആയിട്ടുള്ള വാല്യൂ കുറവാണ്. അത് കാരണമാണ് ഈ പറയുന്ന 2.5 കൂടുതൽ അവിടെ വന്നത്. റോങ്ങിൽ ഇത്രയും കൂടുതൽ വരാനുള്ള കാരണം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിന്റെ സമ്മ് നോക്കുക. റൈറ്റ് ആയിട്ടുള്ള വാല്യൂന്റെ സമ്മ് എത്ര വരും? 51. റോങ് ആയിട്ടുള്ള വാല്യൂന്റെ സമ്മ് എത്ര വരും? 78.5. ഇതിൽ തന്നെ ഒരു 27.5 കൂടുതലുണ്ട് അല്ലേ? 51 വരേണ്ടത്, 28.5 78.5 വന്നു. സോ 27.5 കൂടുതലുണ്ട്. ഈ 27.5 കൂടുതൽ കാരണമാണ് ഈ പറയുന്ന 2.5 കൂടുതൽ വന്നത്. അത് എത്ര പേർക്ക്? നമ്പർ ഓഫ് ആൾക്കാർക്ക്. ഇത് ആക്ച്വലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എന്താണ് ഡീവിയേഷൻ, എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ വീഡിയോ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് ആവറേജ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടപ്പുണ്ടാവും. സോ ഈ കൂടുതൽ വന്ന 27.5 എല്ലാവർക്കും വീതിച്ചു കൊടുക്കുമ്പോഴാണ് ഈ 2.5 ഓരോരുത്തർക്കും വെച്ച് കിട്ടുന്നത്. ആ ഒരു 2.5 ഓരോരുത്തർക്കും വെച്ച് കിട്ടുന്ന കാരണമാണ് അവിടെ 2.5 കൂടുതൽ വരുന്നത്. ഓക്കെ, ഈ പറയുന്ന 2.75 27.5 എല്ലാവർക്കും വീതിച്ചു കൊടുക്കുമ്പോഴാണ് 2.5 കൂടുതൽ കിട്ടുന്നത്. സോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 275/25 എടുക്കാം. കാരണം പോയിന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ നമുക്ക് എന്നിട്ട് എത്രയെന്ന് പറഞ്ഞിട്ട് 11 എന്ന് പറഞ്ഞിട്ട്. സോ 11 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.